ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ലക്ഷ്മി പ്രസവിക്കുന്ന ഒരു പെൺകുഞ്ഞിനെയാണ് കേട്ടോ. ഇത് കാത്ത് നമ്മുടെ പ്രകാശൻ്റെ അമ്മയൊക്കെ വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ലക്ഷ്മി എന്താണേലും കുഞ്ഞിനെ വേണം എന്നുള്ള വാശിയെ തന്നെയായിരുന്നു കേട്ടോ ആദ്യം നിൽക്കുന്നത്. പ്രസവിച്ചത് പെൺകുഞ്ഞാന്ന് വയറ്റാട്ടി വന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശൻ്റെ അമ്മ കൂടെ ഞെട്ടുവാണ് കേട്ടോ. അതുവരെ അവർക്ക് ഇനിയിപ്പം ചിലപ്പം ആൺകുഞ്ഞാവും, അമ്മൻ ഉപേക്ഷിക്കില്ല എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇത് കേട്ടതോടെ അവരാകെക്കൂടെ തളരുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർ ചെന്ന് കുഞ്ഞിനെ കാണുന്നുണ്ട്. കുഞ്ഞിനെ കാണുമ്പോഴും രണ്ടുപേരുടെ ഉള്ളിൽ ഭയങ്കര ദേഷ്യമാണ്. ആ സമയത്ത് നമ്മുടെ വയറ്റാട്ടി ചോദിക്കുന്നുണ്ട്, ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാട്ടിലെ നിയമം എന്താണെന്ന് അറിയാമല്ലോ, എന്തായാലും ഈ കുഞ്ഞും തള്ളയും പുറത്തിറങ്ങണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ പ്രകാശനും കാർത്തികയും കൂടെ വണ്ടിക്ക് പോകുമ്പം കാർത്തിക ഓർക്കുന്ന കാര്യങ്ങളാണ്, പണ്ടത്തെ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശൻ കാർത്തികേയനെ കൊണ്ട് കളഞ്ഞത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രകാശനാണെങ്കിൽ കാർത്തികേയനെ ലക്ഷ്മി ഉറങ്ങിക്കിടക്കുമ്പോൾ ലക്ഷ്മിയുടെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. എടുത്തുകൊണ്ട് പോയിട്ട് അന്ന് രാത്രി തന്നെ ഒരു ഓടയെ കൊണ്ടിടുവാണ്. അപ്പോൾ അത് അപ്പോഴും നമ്മുടെ അമ്മ ചോദിക്കുന്നുണ്ട്, പ്രകാശൻ്റെ അമ്മ, എടാ ഇവിടെ കിടന്ന് ഇതിന് വല്ലോ പട്ടിയോ പൂച്ചയോ വല്ലതും പിടിച്ചോണ്ട് പോവുകയല്ലേ, എന്നാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും പ്രകാശൻ പറയുന്നുണ്ട്, ഇല്ലമ്മ, ആ കുഞ്ഞിന് ദൈവം കാത്തോളും, അമ്മയ്ക്ക് അറിയാൻ മേലെ ഈ നാട്ടിലെ നിയമം, നമ്മളെങ്ങനെ ഇവിടെ നിൽക്കും ഈ കുഞ്ഞുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഭാനുമതി അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണേലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഒരു പെൺകുഞ്ഞിന് ജന്മം കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയുമ്പോൾ പ്രകാശം പറയുകയാണ്, അത് നേരെ അമ്മ, അത് ഞാനും ഓർത്തി, കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ലക്ഷ്മിനെ ഉപേക്ഷിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം, അതാ ഭേദം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പ്രകാശൻ അമ്മ ചോദിക്കുന്നുണ്ട്, അത് വേണോടാ പ്രകാശ എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അത് മതിയമ്മേ, ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടകാലം ഇനി തുടങ്ങും, ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ഈ പെൺകുഞ്ഞുണ്ടായിരുന്ന നാട് മുഴുവൻ അറിയുമ്പോഴെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അന്ന് രാത്രിയിൽ അവരവിടെ നിന്ന് നാട് വിട്ട് പോരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇതും പ്രകാശൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് കാർത്തിക ഓർക്കുന്നത്. അപ്പം പ്രകാശൻ ചോദിക്കുന്നുണ്ട്, മേഡം എന്താ ഇടയ്ക്ക് ഉറങ്ങിപ്പോയായിരുന്നോ, മിണ്ടുന്നൊന്നും ഇല്ലായിരുന്നു, അനക്കമൊന്നും ഇല്ലായിരുന്നു പറയുമ്പോൾ കാർത്തിക് ഇങ്ങനെ മനസ്സിൽ പറയാം, ആടോ ഉറങ്ങിപ്പോയായിരുന്നു എന്നിങ്ങനെ പറയുക. എന്നിട്ട് പ്രകാശൻ പറയും, വണ്ടി കൊണ്ടൊരു സ്ഥലത്ത് നിർത്തുവാണ് കേട്ടോ. നിർത്താൻ നേരത്ത് നമ്മുടെ പ്രകാശം പറയും, മേഡം നമ്മളിപ്പോൾ ഒരുപാട് ദൂരം വന്നു, ഇപ്പോൾ ഒരു കടലിൻ്റെ അവിടെ എത്തി, ഇനിയിപ്പോൾ ഇവിടെ കടലാന്ന് പറയുമ്പം കാർത്തിക പറയും, ഓ കടലാണോ, എന്നാൽ ഞാനിവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കാണട്ടെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ പ്രകാശം പറയും, ആ മേഡം പോയി കണ്ടോളൂ, ഇവിടെ എന്താ കാണാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അകത്തൊരു മണ്ഡപമുണ്ട്, ആ മണ്ഡപത്തിൻ്റെ അവിടെ ഒക്കെ മേഡം ഒന്ന് പോയി കണ്ടോളാൻ പറയുമ്പോഴത്തേക്കും പ്രകാശനോട് കാർത്തികയൊക്കെയാണ്, പ്രകാശം വരുന്നില്ലേ, ഞാനില്ല മേഡം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മനസ്സിൽ കാർത്തിക പറയാം, തന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, തന്നെ ഞാൻ ആഴക്കടലിലോട്ടാണ് കൊണ്ടുപോകാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് മണ്ഡപത്തിൻ്റെ അങ്ങോട്ട് കയറി പോകണം കേട്ടോ. അവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത് കാർത്തികയുടെ അമ്മയാണ് കേട്ടോ. അപ്പം അമ്മേ എന്ന് ഓടി വിളിച്ചങ്ങ് ചെല്ലുവാണ്. എന്നിട്ട് ഓരോ കാര്യവും പ്രകാശൻ്റെ പറയുവാണ് കേട്ടോ, പ്രകാശൻ്റെ പുതിയ ഭാര്യയും മക്കളെ പറ്റിയൊക്കെ. എന്നിട്ട് ഒരു മകനുണ്ട്, അവനിപ്പോൾ ക്രിമിനലായിട്ടാണ് ജീവിക്കുന്നത്, ബാക്കി എല്ലാം നല്ല ജീവിതമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അമ്മയോട് പറയുവാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എൻ്റെ അനിയത്തിമാരെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, എന്നിട്ടും ആ കുഞ്ഞിനെ അവൻ കൊല്ലാൻ വേണ്ടി നോക്കിയില്ലേ, പെൺകുഞ്ഞാന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ, അവിടെ നിന്ന് നാട് വിട്ട് ഇവിടെ വന്നിട്ട് പോലും അവന് ആ പെൺപിള്ളേരോടുള്ള ദേഷ്യം മാറിയിട്ടില്ലോ, അവിടെ പിന്നെ അങ്ങനത്തെ സാഹചര്യങ്ങൾ അവൻ വളർന്നുകൊണ്ടായിരിക്കും എന്ന് ഓർക്കായിരുന്നു. ഇവിടെ വരുമ്പോൾ എന്താണെന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി ഇങ്ങനെ ഓരോ കാര്യം കാർത്തികയോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ അവൻ്റെ മോനെ പുറത്തിറക്കണം, എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, പുറത്തിറക്കുക മാത്രമല്ല അമ്മേ, ഞാനും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അമ്മ എന്തായാലും എന്നെ ഇടയ്ക്ക് വിളിക്കുക, ഞാനിപ്പോൾ പോവാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പം ലക്ഷ്മിയും പറയുന്നുണ്ട്, മോളുടെ കടയുടെ ഉദ്ഘാടനം കഴിയുന്നതോടും വരെ അമ്മയും പോകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് കാറിൽ വന്ന് കയറുവാണ്. എന്നിട്ട് ലക്ഷ്മി പ്രകാശനെ പറ്റി വളരെ ദേഷ്യത്തോടെ ഓർത്ത് നിൽക്കുന്ന കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.